ഹായ് ഗെയ്സ്, എയർ ഇന്ത്യയിൽ പോകണ്ടെന്ന് എൻ്റെ കൂട്ടുകാരൊക്കെ പറഞ്ഞേ പോലും നമുക്ക് നമ്മുടെ എയർ ഇന്ത്യ തന്നെ വലുത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ദോഹ ടു കൊച്ചി ബിസിനസ് ക്ലാസ് എയർ ഇന്ത്യ നമുക്ക് നോക്കിയാലോ. ഇത് പെട്ടെന്നുള്ള യാത്ര ആയതുകൊണ്ട് എനിക്ക് ജസ്റ്റ് പ്രിപ്പയർ ചെയ്യാൻ ടൈമൊന്നും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഫുഡൊന്നും കഴിച്ചിട്ടില്ല. ജസ്റ്റ് എന്ത് ചെയ്തു, ബിസിനസ് ക്ലാസ് ടിക്കറ്റാണ്. അങ്ങനെ എന്ത് ചെയ്തു, VIP ലോഞ്ചിൽ കയറി വയറ് നിറച്ച് തട്ടി. എല്ലാ ഫുഡും ടേസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ എന്താണെന്ന് വെച്ചാൽ വെറൈറ്റി ഓഫ് ഫുഡുണ്ട്. റൈസ് ഉണ്ട്, മാക്രോണി, സൂപ്പ്, സാൻഡ്വിച്ച്, പോക്കറ്റ് ഷവർമ, അങ്ങനെ ബ്രെഡ് ഐറ്റംസ്, അങ്ങനെ എല്ലാം ട്രൈ ചെയ്തു. ഓൾമോസ്റ്റ് വയറോട് തന്നെ ഫുള്ളായി എന്ന് തന്നെ പറയാം. ആ ഒരവസ്ഥയിലാണ് ഞാൻ ഇനി ഫ്ലൈറ്റിലേക്ക് കയറാൻ പോകുന്നത്. പിന്നെ ഏത് ഫ്ലൈറ്റിലാണെങ്കിൽ ശരി, നിങ്ങൾക്ക് ബിസിനസ് ക്ലാസ്സിൽ യാത്ര ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങളുടെ ബോർഡിങ് സമയത്ത് എന്ത് ചെയ്യുക, അവരോട് ചോദിക്കുക ബിസിനസ് ക്ലാസ്സിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുമോ എന്ന്. അപ്പോൾ വേക്കൻ്റ് ആണെങ്കിൽ എന്ത് ചെയ്യും, അവർ ഒരു അപ്ഗ്രേഡ് ചെയ്ത് തരും. ജസ്റ്റ് ഒരു 2000 to മാക്സിമം 5000 6000 ഉണ്ട്. നമുക്ക് എന്ത് ചെയ്യും, ഒരു ബിസിനസ് ക്ലാസ് എൻജോയ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഫ്ലൈറ്റിൽ കയറി വെൽക്കം ഡ്രിങ്ക് കിട്ടി. ഞാൻ ചൂസ് ചെയ്തത് ആപ്പിൾ ജ്യൂസാണ്. പിന്നെ ലോഞ്ചിലെ ഫുഡെല്ലാം അടിപൊളിയായിരുന്നു. ഇവിടുത്തെ ഫുഡ് മെനു കിട്ടി, മീൻസ് സ്റ്റാർട്ടർ ടു ലൈക്ക് സലാഡ് അടക്കം. പിന്നെ അങ്ങനെ നമ്മുടെ ഈ ഫ്ലൈറ്റുള്ള ബീവറേജിൻ്റെ മെനുവും കിട്ടി. ഞാൻ അതിൽ ചൂസ് ചെയ്തിരിക്കുന്നത് ബ്ലാക്ക് ലേബലാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കിയാൽ എങ്ങനെയുണ്ട് ഈ ഫ്ലൈറ്റിലുള്ള ഡ്രിങ്ക്സ് ആൻഡ് ഫുഡ്. അങ്ങനെ ഈ ലിക്കറും ഫുഡൊക്കെ വന്നു തുടങ്ങി. നമ്മൾ എത്ര ചോദിച്ചാൽ അത്രയും കിട്ടും. ശ്രീലങ്കൻ എയർവേസിനെ വെട്ടിക്കുന്ന രീതിയിലാണ് എയർ ഇന്ത്യ. ഓക്കെ, പിന്നെ ഈ ഫുഡിൽ എനിക്ക് എടുത്തു പറയേണ്ടത് വെച്ചെങ്കിൽ സാൽമൺ ഗ്രീക്ക് സലാഡാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ടേസ്റ്റും ഫ്ലേവറും എല്ലാം. പിന്നെ ഞാൻ ആ പോർഷൻ ഒന്നും കൂടി ചോദിച്ച് മേടിച്ചു. പിന്നെ റൈസാണ് ശരി, അതിൻ്റെ ബീഫിൻ്റെ ഡിഷിൻ്റെ പേര് ഞാൻ വിട്ടുപോയി. പിന്നെ ഡെസേർട്ട്സ്, പിക്കിൾസ്, ബൺസ് എല്ലാം ഒരുപാട് ടേസ്റ്റിയാണ്. നമുക്ക് എന്തായാലും നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റും. പിന്നെ അതിനുശേഷം എല്ലാ കുട്ടികളുടെ ശേഷം ഫ്രൂട്ട് സലാഡ്. അപ്പോൾ ഗെയ്സ്, വീണ്ടും അടുത്ത യാത്ര കണ്ടുമുട്ടാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു സോ മച്ച്. ബൈ.